ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയല്ലോ. ഈ ജെലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും ഒക്കെ എന്ത് ആവശ്യത്തിനായിരിക്കും ഇവർ പോലീസിനോട് പറഞ്ഞത് കൂടാതെ നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ എന്ത് ആവശ്യത്തിനായിരിക്കും ഇവരുടെ കൈവശം വെച്ചിരുന്നിരിക്കുക? അതിനകത്ത് വലിയൊരു ആക്ഷേപമായിട്ട് പി സി ജോർജ് അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും വന്നിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് 30ഓളം ജെലാസ്റ്റിക് സ്റ്റിക്സും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ ഹൈവേയിലേതോ അല്ലെങ്കിൽ പോലീസിന്റെ ചെക്കിങ്ങിൽ പിടിച്ചു എന്നാണ് പറയുന്നത്. അതായത് അതിനകത്ത് പോലീസിന്റെ അന്വേഷണത്തിനകത്ത് ഈ അനധികൃതമായിട്ട് അല്ലെങ്കിൽ എന്തിനു കൊണ്ടുവന്നു എന്നറിയാൻ പറ്റാത്ത ഈ സ്ഫോടക വസ്തുക്കൾ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, എന്തിനു കൊണ്ടുവന്നു എന്നതിനെ പറ്റി ആശങ്കയുണ്ട്. അത് പോലീസ് അന്വേഷിച്ചാൽ ഒരുപക്ഷെ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് കേന്ദ്ര സേനയുടെ അന്വേഷണവും നിരീക്ഷണവും വ്യക്തത വരുത്തണം. ഈ ഭാഗത്ത് വളരെ കൂടുതലായിട്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അതിനകത്ത് 5% മാത്രമാണ് ഇതുപോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റിയും അല്ലെങ്കിൽ അത്തരത്തിൽ സ്വഭാവമുള്ളവർ. അവർ മാത്രം ഈ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഈ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി സാധ്യമാക്കും. അതുകൊണ്ട് അത് അനുവദിക്കാൻ സാധിക്കത്തില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു മാറ്റം ഉണ്ടാക്കിയേ മതിയാകൂ എന്നുള്ള രീതിയിലുള്ള ഇന്നലെ പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണല്ലോ ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവരീ പറയുന്ന 5% വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഗാസയെ അനുകൂലിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ SDPIയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ രാജ്യത്തിനകത്തെ ഒരു മത ധ്രുവീകരണം ഉണ്ടാക്കി അവര് പറയുന്ന പോലെ ഒരു ഇസ്ലാമി രാജ്യത്തിന്റെ താല്പര്യം പ്രചരിപ്പിക്കുന്നവർ, അവർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അതിന്റെ ഭാഗം നിന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പി സി ജോർജ് ഒരു വർഗീയവാദിയാണെന്ന് ചിത്രീകരിക്കുന്നതിന്റെ പിറകിൽ ഇവരെ സംരക്ഷിക്കുന്നതിനുള്ള താല്പര്യമുണ്ടെന്നാണ് ഇപ്പം ഈ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം ഇതിനകത്ത് വരുന്ന 5% സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണകക്ഷിയും പ്രതിപക്ഷവും അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന മുസ്ലിം ലീഗും ഒക്കെ മുസ്ലിങ്ങളെ പറയുന്നു പി സി ജോർജ് വർഗീയവാദിയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നു എന്നാണ് ഇപ്പൊ വരുന്ന ആക്ഷേപം. അതുകൊണ്ട് ഇവിടുത്തെ അന്വേഷണം എപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇനിയും ഇവർക്ക് അനുകൂലമാകും. അതുകൊണ്ട് ജെലാസ്റ്റിക് സ്റ്റിക്കും അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളും എന്തിനു കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കുമ്പോൾ അതിന്റെ കഥ മാറ്റി, തിരക്കഥ മാറ്റി, അത് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ എന്തിനാണെന്ന് അറിയാത്ത അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ഒരു സ്ഫോടനം ആ ഏരിയയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെ രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലും അത്തരത്തിലുള്ള താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലും പാർട്ടിക്കപ്പുറം, പ്രതിപക്ഷത്തിനപ്പുറം, ഭരണപക്ഷത്തിനപ്പുറം നിൽക്കുന്ന അത്തരത്തിൽ സ്വാധീനമുണ്ടെന്നാണ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുണ്ടെന്നാണ് ഇപ്പൊ പി സി ആരോപിക്കുന്നത്. അപ്പൊ അതിനകത്ത് കേന്ദ്രസേന വേണമെന്ന് പറയുന്നത് മാത്രമല്ല, ഇതിനകത്ത് വേറെ വലിയൊരു ആക്ഷേപം വരുന്നത് SDPI ഉൾപ്പെടെയുള്ളതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇവര് പറയുന്ന ആക്ഷേപത്തിനകത്ത് അല്പം കഴമ്പുണ്ടെന്ന് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ മുസ്ലിം ആൾക്കാരെ ഇപ്പൊ പോലീസ് നേരത്തെ അൻവർ പറഞ്ഞു കേട്ടില്ലായിരുന്നു, മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തപ്പോൾ ആ മുസ്ലിങ്ങൾക്കെതിരെ മാത്രം എന്തുകൊണ്ട് കേസെടുക്കുന്നു, മുസ്ലിങ്ങളുടെ സ്വർണം മാത്രം എന്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഹവാല പണം പിടിക്കുന്നു, അവിടെ അന്ന് നമ്മൾ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ അവിടെ സ്വർണം കൊണ്ടുവരുന്നത് മുസ്ലിം ആയതുകൊണ്ട് പിടിക്കുന്നു, അവിടെ ഹവാല ഇടപാടുകൾ കൊണ്ടുവരുന്നത് മുസ്ലിം നാമധാരി ആയതുകൊണ്ട് പിടിക്കുന്നു, അവിടെ ഏറ്റവും കൂടുതൽ ക്രൈം ഉണ്ടായതുകൊണ്ട് പിടിക്കുന്നു. അതാണ് അതിന്റെ ഉത്തരം. പക്ഷേ ഈ രീതിയിലേക്ക് ഇത് ഒരു വണ്ടി ചെക്ക് ചെയ്യുന്നതിനകത്തും അല്ലെങ്കിൽ സ്കൂട്ടർ യാത്ര ചെയ്യുന്നതിനകത്ത് ഈ പറയുന്ന ഒരു തലപ്പാവഴിഞ്ഞതോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖാവരണം ഇട്ട ആൾക്കാരെ ചെക്ക് ചെയ്യുന്നതിനകത്തും ഇതിനകത്തെല്ലാം ഒരു ആക്ഷേപം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ളവരെ വളരെ കൃത്യമായിട്ട് എങ്ങും പരിശോധിക്കാൻ അവസരം അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് ഉപദ്രവിക്കുന്നു, അവരെ കൃത്യമായിട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി ഒരു ആക്ഷേപം ഉണ്ടാക്കി അത്ര ഉദ്യോഗസ്ഥന്മാര് അവരുടെ പേരിപ്പോ സതീശെന്നോ അല്ലെങ്കിൽ ശ്രീകുമാറെന്നോ ആണെങ്കിൽ അവർ മനഃപൂർവ്വം പിടിക്കുന്നതാണെന്ന് വരുത്തി. അതായത് ഈ പറയുന്ന ചില മേഖലയിൽ ഇവരുടെ സ്വൈര്യ വിഹാരത്തിന് ഉതകുന്ന രീതിയിൽ യാത്രകളും അല്ലെങ്കിൽ പരിശോധനകളും ഒക്കെ പല അജണ്ടകൾ വെച്ച് ഇല്ലായ്മ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ആക്ഷേപം വെച്ച് ഇല്ലായ്മ ചെയ്യുന്നു. അതായത് അവരുടെ അജണ്ട പാസ്സാക്കുന്നതിന് മുസ്ലിങ്ങൾക്കകത്ത് പർദ്ദ ഇടുന്നവരെല്ലാം ഭീകരവാദികളാണെന്നല്ല, തൊപ്പിയിടുന്നവരെല്ലാം ഭീകരവാദികളാണെന്നല്ല, പക്ഷെ അവരുടെ കൂടെ തൊപ്പിയിട്ടും പർദ്ദയിട്ടും ഈ പറയുന്ന ഷോൺ ജോർജും പി സി ജോർജും നമ്മളും ഒക്കെ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ 5% ആൾക്കാർ അവരെ ഈ മൊത്തത്തിലുള്ള പ്രശ്നം, ഇപ്പൊ വണ്ടി യാത്ര ചെയ്യും, ഇപ്പൊ ഒരു കാറിനകത്ത് യാത്ര ചെയ്യും, അതിനകത്ത് പർദ്ദയുള്ള സ്ത്രീയും അല്ലെങ്കിൽ തൊപ്പി വെച്ച ഒരാളുണ്ട്, ഇവരെ ചെക്ക് ചെയ്യുമ്പോഴത്തേന് ആരാന്ന് പരിശോധിക്കുമ്പോഴത്തേന് വിഷയം ഉണ്ടാക്കും. അപ്പം അതൊരു വിഷയമാണ്, മുസ്ലിം ആയതുകൊണ്ടാണ്, മുസ്ലിമിന്റെ മതസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നു, പോലീസ് ചോദ്യം ചെയ്യുന്നു, ആ പോലീസ് ഇന്ന വിഭാഗമായതുകൊണ്ട് ചോദ്യം, ഈ രീതിയിലേക്ക് ഒരു പ്രചരണം ചില പ്രത്യേക മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിലുടനീളം
രാജ്യത്തുടനീളം ഉടലെടുപ്പിച്ചുകൊണ്ട് അവരെ പരിശോധിക്കാൻ ഭയമാക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാരെ ഉരുത്തിരിച്ചെടുക്കുന്നു. അത് പോലീസിലായാലും കൊള്ളാം, മറ്റ് പല മേഖലയിലായാലും. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ പർദ്ദയും തൊപ്പിയും, അവരുടെ ഈ പറയുന്ന പോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നതിന് പർദ്ദയും തൊപ്പിയും ഉപയോഗിക്കുന്നതിന് ഈ പറയുന്ന മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ച് മുസ്ലിങ്ങളെ കൃത്യമായിട്ട് ഉപദ്രവിക്കുന്നു എന്ന് വരുത്തി തീർത്ത ആ ഒരു അജണ്ടയിലേക്ക് പോകുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പോക്കുണ്ടെന്ന് പോലീസ് സേനയിൽ പോലും ആക്ഷേപമുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പലവട്ടം PFIക്കാരെ പിടിച്ച സമയത്ത് നമുക്ക് പോലീസ് സേനയ്ക്കകത്ത് പച്ച വെളിച്ചത്തെ പറ്റി ആരോപണം വന്നു. പല പോലീസുകാരുടെ പേരിൽ നടപടിയെടുക്കുന്ന അവസ്ഥ വന്നു. ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പോലും ഈ രീതിയിലുള്ള ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഇതേ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിനും ഈ അജണ്ട പാസ്സാക്കുന്നതിനും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല, മുസ്ലിങ്ങളെ പരിശോധിക്കാൻ പറ്റത്തില്ല, മുസ്ലിങ്ങളെ പരിശോധിക്കുമ്പോൾ അവരുടെ മതസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യും, ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉരുത്തിരിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ആക്ഷേപം എലാസ്റ്റിക് സ്റ്റിക്ക് ഈ പറയുന്ന പാറമടയിൽ അനധികൃതമായിട്ട് കൊണ്ടുവന്നതാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാവും. ഒരുപക്ഷെ അതിന് കൊണ്ടുവന്നതായിരിക്കാം. പക്ഷെ അതല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് ഈരാറ്റുപേട്ടയിൽ ഇപ്പം ഉള്ള പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നതിനും, അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ വളർന്നു വരുന്ന ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ആക്കം കൂട്ടുന്നതിനും, ആവശ്യമെങ്കിൽ ഏതെങ്കിലും സമയത്ത് സ്ഫോടനം ഉണ്ടാക്കുന്നതിനും വേണ്ടി കൊണ്ടുവന്നതാണോ എന്നറിയണമെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനവും സാധാരണ സംവിധാനവും അന്വേഷിച്ചാൽ മതിയാവത്തില്ല. അതിന് കേന്ദ്രസേനയെ അന്വേഷിക്കണം. മാത്രവുമല്ല, കേരളത്തിലുടനീളം പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ ഇപ്പം നടക്കുന്ന ഒരു ധ്രുവീകരണം, അതിനെ കൃത്യമായിട്ട് ഒരു അന്വേഷണം ഉണ്ടാക്കി നിരീക്ഷണം നടത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ഈ ഷോൺ ജോർജും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജും പറയുന്നത്. അദ്ദേഹത്തെ ജയിൽ പിടിച്ചിട്ടത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രസംഗമാണെന്ന് പറയുമ്പോഴും ആ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ വളരെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ആദ്യം മുസ്ലിം ലീഗുകാരനാണെന്ന് പറയുന്നു. ആ മുസ്ലിം ലീഗുകാരൻ ഇപ്പൊ വീണ്ടും ഇവിടുത്തെ SDPIക്കാരനും ജമാഅത്ത് ഇസ്ലാമിയക്കാരനും അല്ലെങ്കിൽ മറ്റു ചില ടെററിസ്റ്റ് ആക്ടിവിറ്റീസുമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടി ഭരണം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പോക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന PC ജോർജിനെ ആക്ഷേപിക്കും, പ്രകോപനം കൊള്ളിക്കുകയും PC ജോർജ് ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഇവിടുത്തുകാരുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കാത്തവർ വേണമെങ്കിൽ പാകിസ്ഥാനിൽ പോകണം, അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കേസ് ഉണ്ടാക്കിയാണ് അദ്ദേഹത്തിൽ. അതായത് മതമൗലികവാദികൾ വളരെ കൃത്യമായിട്ട് അജണ്ട വെച്ച് ഇവിടെ മുന്നേറുന്നുണ്ട്. അവരുടെ സ്വാധീന വലയത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ പറയുന്ന നമ്മളെല്ലാം ഒരു ഘട്ടത്തിൽ ഇപ്പം മുസ്ലിം ലീഗ് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്ന മുസ്ലിം ലീഗും വീണ്ടും പഴയ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടിപ്പോകുന്നുണ്ടോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പറയുന്ന PC ജോർജും അല്ലെങ്കിൽ ഷോൺ ജോർജും ഒക്കെ പറയുന്നത് ഈരാറ്റുപേട്ടയിലെ സ്ഫോടക വസ്തു പിടിച്ചത് അതിനകത്ത് ദുരൂഹതയുണ്ട്, ഒരുപക്ഷെ ഈരാറ്റുപേട്ടയിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിലുണ്ടാകുന്നത്, അത് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഡ്രഗ് മാഫിയയുടെ പുറകിൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന PFIക്കാരനും SDPIക്കാരനും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന ഡ്രഗ് മാഫിയയുടെ കാര്യം പറഞ്ഞപ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ് മാഫിയയുടെ മറവിൽ അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നപ്പോഴും ഒക്കെയാണ് അവിടെ ആക്ഷേപം ഉന്നയിച്ചത്, എനിക്കെതിരെ പോരാട്ടം തുടങ്ങിയത്, അല്ലെങ്കിൽ അവിടെ ഈ പാലായിലെ രൂപതയിലെ പറഞ്ഞ പള്ളി അധികാരിക്കെതിരെ സമരവുമായിട്ട് വന്ന്, അപ്പൊ അന്ന് തുടങ്ങിയതാണ് ഈ സമരം. അപ്പം അത് ഞാൻ ഈ പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും ഇപ്പൊ പറയുന്നതും ഒക്കെ ശരിയായി വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും കേരളത്തിലെ പോക്ക് ശരിയല്ല. ആ പോക്ക് ശരിയാക്കണമെങ്കിൽ കേന്ദ്രസേന വരണമെന്ന് തന്നെയാണ് PC ജോർജിന്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.